വിടന്റെ ഭായി വിട്ടേക്കെന്നെ. ഞാൻ ആദ്യമായിട്ട് ഒരു ഫിലിം സ്റ്റാറിനെ കിഡ്നാപ്പ് ചെയ്യുന്നത്. അത് ശരി, ഞാൻ പോകുന്നു. നീ ആരാന്ന് നോക്കി വേഗം അയാളുടെ പുറകെ ഓട. അയ്യോ രക്ഷിക്കണേ. ഇനിയിപ്പോ ഇവിടുന്ന് ഞാൻ എങ്ങനെ രക്ഷപ്പെടാനാണ്? നോക്ക്, സൂപ്പർ സ്റ്റാർ രമേശ് ഖന്ന. അയ്യോ എന്റെ അടുത്തേക്ക് ആരും വരില്ലേ, എന്റെ അടുത്തേക്ക് ആരും വന്നേക്കില്ലേ. അയ്യോ ഈ പബ്ലിക് എന്നെ ചിലപ്പോൾ വെറുതെ വിട്ടെന്ന് വരില്ല. എങ്ങനെയാ ഇപ്പൊ രക്ഷപ്പെടുക? ഇന്ന് ഞാൻ നിന്നെ തീർച്ചയായിട്ടും സ്വന്തമാക്കും. ഇന്ന് സൗഹൃദം പ്രണയത്തിന് വഴിമാറും. പുഷ്പേന്ദ്ര അല്ല അല്ല, ചെമ്പകം. ഓട്ടോഗ്രാഫ് പ്ലീസ്. അയ്യോ സത്യത്തിൽ നിങ്ങൾ എന്റെ ഫാനായിരുന്നോ? ഞാൻ വല്ലാണ്ടങ്ങ് പേടിച്ചു പോയി. ദാ പിടിച്ചോ ഓട്ടോഗ്രാഫ്. ഓട്ടോഗ്രാഫ് പ്ലീസ്. ദാ പിടിച്ചോളൂ. ദാ പിടിച്ചോളൂ. വരൂ നിങ്ങൾക്കും തരാം. എടുത്തോളൂ, സെൽഫി എടുത്തോളൂ. എന്തായാലും കൊള്ളാം. തേടിയ പള്ളി നമ്മുടെ കാലിൽ തന്നെ ചുറ്റി. പറയൂ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? പറയൂ, നിങ്ങൾക്കും വേണ്ടത് എന്റെ ഓട്ടോഗ്രാഫ് ആണോ? മസാജ്, നല്ല ഒന്നാന്തരം അടിപൊളി മസാജ്. മസാജ് അല്ല, കിഡ്നാപ്പ് ചെയ്യണം. സുപ്പാരിയാണ് അതിനുള്ള കൊട്ടേഷൻ തന്നിരിക്കുന്നത്. ഞങ്ങളുടെ ഭായി ഇയാളെ പൊക്കാനുള്ള കൊട്ടേഷൻ തന്നിട്ടുണ്ട്. എന്നാൽ വേഗം പൊക്കിയേക്കാം, പിടിക്കേ. അയ്യോ എന്നെ കിഡ്നാപ്പ് ചെയ്യല്ലേ, എന്നെ വിടൂ, എന്നെ വിടൂ. എന്നെ വിടാനല്ലേ പറഞ്ഞേ? നമ്മള് പറഞ്ഞ ഡയലോഗ്സ് കേട്ടിട്ട് ആളുകൾ വിസിലടിക്കുന്നത് കേട്ടില്ലേ? അയ്യോ ഇത് പോലീസുകാർ വിസിലടിക്കുന്നതാണ്. സുപ്പാരി വേഗം ഓടി രക്ഷപ്പെട്ടോ, രക്ഷപ്പെട്ടോ വേഗം. പിടിക്ക്, രണ്ടുപേരും വേഗം പിടിക്ക്. അങ്ങക്കൊന്നും പറ്റിയില്ലല്ലോ. ഇല്ല, പക്ഷേ കമ്മീഷണർക്ക് തനിക്കെതിരെ ഒരു പരാതി കൊടുക്കാനാണ് എനിക്കിപ്പോ തോന്നുന്നത്. ഇതിപ്പോ മൂന്നാമത്തെ പ്രാവശ്യമാണ് എന്നെ കിഡ്നാപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത്. നിങ്ങളുടെ സെക്യൂരിറ്റി കൊണ്ട് എനിക്ക് ഒരു പ്രയോജനവുമില്ല. സാർ എനിക്ക് ഒരു അവസരം കൂടി തരൂ. ഇനി ആ ബായു സുപ്പാരി സാറിന്റെ തൊട്ടടുത്തേക്ക് വരാൻ പേടിക്കുന്ന രീതിയിലുള്ള സെക്യൂരിറ്റി ആയിരിക്കും ഞാൻ സാറിന് ഇപ്പോൾ തരാൻ പോകുന്നത്. അത് ശരി, ഇത്ര ബിൽഡപ്പ് കൊടുക്കാൻ ആരാണ് അവർ? ഇപ്പൊ ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്റെ കുംഫു ട്രിക്ക്. റെഡി സ്റ്റഡി വേഗൻ ഗോറിയർ പവർ. Homcity Toshiba. Toshiba. നിങ്ങൾ കുംഫു ചെയ്യ്. അപ്പോഴേക്കും ഞാൻ ചെയ്യാം കഴിക്കൽ. കേൾക്കൂ, നിയമത്തിനെതിരെ കയ്യേറ്റം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഫൈറ്റിന്റെ ഇടയിൽ വന്നു കയറാൻ പാടില്ലെന്നുള്ള കാര്യം ഈ നിയമം ഓർക്കേണ്ടതല്ലേ? നിങ്ങൾ നന്നായിട്ട് തന്നെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. നല്ല കാര്യം തന്നെയാണ്. എനിക്കതിൽ അഭിമാനമുണ്ട്. ഈ നാടും അതിലുപരി രാജ്യവും നിങ്ങളെ കണ്ട് അഭിമാനിക്കുന്നുണ്ട്. ഞങ്ങളെ കണ്ടിട്ട് റൊട്ടി പോലെ ഉണ്ടോ? ഇല്ല. അല്ല പിന്നെ എന്തിനാ ഇങ്ങനെ ബട്ടർ തേക്കുന്നേ? ഈ വർഷത്തെ ഏറ്റവും വലിയ തമാശ. എനിക്ക് നിങ്ങളുടെ പക്കൽ നിന്ന് സഹായം ആവശ്യമാണ്.
കൊച്ചലിയ പോലീസുകാരോട് ജനങ്ങൾ സഹായം ചോദിക്കാറ്. ജനങ്ങളോട് സഹായം ചോദിക്കുന്ന ആദ്യത്തെ പോലീസുകാരനാണ് ഈ പാണ്ഡ സാറ്. പ്ലീസ് ഹെൽപ് മീ. ഇതെന്റെ ജോലി പോകുന്ന കാര്യമാണ്. എന്തിനാ പോകുന്നേ? കുറച്ചേരം കൂടി ജോലിയോട് അവിടെ തന്നെ നിക്കാൻ പറ. ഞാൻ ഉദ്ദേശിച്ചത് എന്റെ ജോലി ഇല്ലാതാകുന്ന കാര്യമാണ്. സത്യത്തിൽ ജോലി ഇല്ലാതാവുകയാണോ അതോ പോവുകയാണോ? പോവുകയാണെന്നുണ്ടെങ്കിൽ ബണ്ണി സോർദാറെ നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോക്കോ. പോപ്പട്ടെ, നീ എന്റെ കൂടെ എയർപോർട്ടിലോട്ട് പോവാ. പിന്നെ പാണ്ഡ സാറേ, റോഡിൽ കൂടെ പോകുന്ന എല്ലാ വണ്ടികളും തീർച്ചയായിട്ടും ചെക്ക് ചെയ്യണം. എടാ, ഇദ്ദേഹത്തിന് നമ്മുടെ സഹായം വേണമെന്നാ പറഞ്ഞത്. സംശയമുണ്ടോ? കൊള്ളാം, പോപ്പട്ട് വളരെ ഇന്റലിജന്റ് ആണ്. സാർ, എന്താണ് ചെയ്യേണ്ടത്? ഞാൻ നിങ്ങളെ ഒരാളുടെ സെക്യൂരിറ്റി ഗാർഡാക്കാൻ കൊണ്ടുപോവുകയാണ്. അദ്ദേഹം 3 പ്രാവശ്യം കിഡ്നാപ്പിൽ നിന്നും രക്ഷപ്പെട്ടു. എന്താ 3 പ്രാവശ്യമോ? പക്ഷെ അതാരാണ്? സൂപ്പർ സ്റ്റാർ രമേഷ് ഖന്ന. രമേഷ് ഖന്ന? അദ്ദേഹം തന്നെയാണോ? തിങ്കളിൽ മംഗളമായിരുന്നു എന്റെ ജനനം. തിങ്കളാഴ്ച ഞാൻ എവിടെയാണെങ്കിലും അവിടെയാണ് എന്റെ ജന്മദിനം. ആ രമേഷ് ഖന്ന തന്നെയാണോ? അതെ അതെ, ഞങ്ങൾ അദ്ദേഹത്തിന്റെ വലിയൊരു ഫാനാണ്. അതെ, ഞങ്ങൾ അദ്ദേഹത്തിന്റെ എല്ലാ സിനിമയും കാണാറുണ്ട്. പൊട്ടക്കുളത്തിലെ മാക്രികൾ, കോവർ കഴുതയ്ക്ക് ആര് മണികെട്ടും, വെളിവില്ലാത്ത വ്യാളി, അങ്ങനെ എല്ലാ സിനിമയും കണ്ടിട്ടുണ്ട്. അതെ അതെ, അത് തന്നെ. നിങ്ങൾ അദ്ദേഹത്തിന് സെക്യൂരിറ്റി കൊണ്ടുപോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആഹാ, നല്ല അടിപൊളി വീടാണല്ലോ ഇത്. കൊള്ളാം, എത്ര വലുതായത്. അതെ, നല്ല വലിയ വീടാണല്ലേ കൊച്ചളിയ. ദേ ട്രോഫികൾ ഇരിക്കുന്ന കണ്ടോ? നമ്മളൊരു വലിയ സൂപ്പർ സ്റ്റാറിന്റെ വീട്ടിലേക്കാണ് വന്നിരിക്കുന്ന കാര്യം എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്നാൽ ഇപ്പൊ വിശ്വസിച്ചോ സോർദാറെ? നീ നേരെ നോക്കി ആരാ ഈ പടി ഇറങ്ങി വരുന്നെന്ന്. സാർ, ഇവരാണ് ഞാൻ പറഞ്ഞ ബോഡി ഗാർഡ്. സാർ, ഞങ്ങൾ താങ്കളുടെ വലിയ ഫാനാണ്. എന്താ, എന്റെ വീടിനകത്തും ഫാൻസ് എത്തിയോ? ഞാൻ സെക്യൂരിറ്റി ഗാർഡിനെ വേണമെന്നല്ലേ പറഞ്ഞത്? നിങ്ങൾ എന്റെ ഫാൻസിനെ കൊണ്ടാണല്ലോ വന്നിരിക്കുന്നത്. സാർ, ഇവർ തങ്ങളുടെ ഫാൻസ് ആണ്. എന്നാൽ ഇവർ തങ്ങളുടെ സെക്യൂരിറ്റിക്കായി നിയമിച്ചിരിക്കുകയാണ്. ഓഹോ, മനസ്സുകൊണ്ട് സത്യസന്ധരാണ്, ഹൃദയം കൊണ്ട് സ്നേഹമുള്ളവരാണ്. പക്ഷേ ഇവർ കുട്ടികളാണ്. സാർ, കണ്ടാൽ ചെറുതാണെങ്കിലും ഞങ്ങൾക്ക് കാറ്റിനേക്കാൾ വേഗതയുണ്ട്. സംശയമുണ്ടോ? നല്ല ഡയലോഗ് ആണല്ലോ. അടുത്ത ഫിലിമിൽ ഇതായിരിക്കും എന്റെ മാസ് ഡയലോഗ്. സാറേ, ഇങ്ങനെ കൈ പിടിച്ചിട്ട് കാര്യമില്ല. മുഖം ചൊറിയണമെന്നുണ്ടെങ്കിലേ കൈ മുഖത്തേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ നടക്കുള്ളൂ. ആഹാ, നീ ഭയങ്കര ഫണ്ണിയാണല്ലോ. അയ്യോ അല്ല, ഞാൻ ഹണിയാണ് സാറേ. എങ്കിൽ പറയൂ, എന്താണ് നിങ്ങളുടെ പ്ലാൻ? ഞങ്ങളുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഒരു പ്ലാനുമില്ല. സംശയമുണ്ടോ? ഓഹോ, വീണ്ടും മാസ് ഡയലോഗ്. എന്നാ പിന്നെ നീ എന്റെ ഡയലോഗ് റൈറ്ററായിട്ട് ഇവിടെ തന്നെ കുടിക്കൂ. ഇത് നോക്കണം സാർ, ഇവരാണ് ഇത്രയും ക്രിമിനൽസിനെ പിടിച്ചത്. ആഹാ, കൊള്ളാലോ, വളരെ നന്നായി. ഇനിയിപ്പോ ആ കിഡ്നാപ്പേഴ്സിന് എന്റെ തൊട്ടടുത്ത് വരാൻ പോലും പേടിയായിരിക്കും. പക്ഷെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അവരിനിയും വരണമെന്നാണ്. അയ്യോ, ഞാൻ ഇവരെ മിത്രങ്ങളായിട്ടാണ് കണ്ടത്. പക്ഷേ ഇവർ ശത്രുക്കളായി മാറിയല്ലോ. വണ്ടി പറയുന്നത് ശരിയാണ്. കിഡ്നാപ്പേഴ്സ് വന്നെങ്കിലല്ലേ നമുക്ക് അവരെ കൈയോടെ പൊക്കാൻ പറ്റൂ. സംശയമുണ്ടോ? അത് ശരിയാണല്ലോ, അതിനെപ്പറ്റി ഞാൻ ആലോചിച്ചതേയില്ല. സാർ പേടിക്കണ്ട, സാറിന്റെ കൂടെ ഞങ്ങൾ എപ്പോഴും സെക്യൂരിറ്റി ആയിട്ട് കൂടെ തന്നെ കാണും. ഒരു കാര്യം മനസ്സിലാവുന്നില്ല, സാറിനെ കിഡ്നാപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആരാണ്? ഇത് ഞാനാണ്, മംഗൾ സിൻഹ. കിഡ്നാപ്പ് ചെയ്യാൻ നിന്നെ പോലുള്ള മണ്ടന്മാരെ വിട്ടതാണ് ഞാൻ ചെയ്ത തെറ്റ്. തലയിൽ കളിമണ്ണ് മാത്രമുള്ള മരക്കഴുതകളെ റോഡിന്റെ നടുക്ക് വെച്ചാണോ ഒരാളെ കിഡ്നാപ്പ് ചെയ്യുന്നത്? അയ്യോ സാറേ, ആളില്ലാത്ത സ്ഥലത്ത് വെച്ചാ കിഡ്നാപ്പ് ചെയ്യാൻ നോക്കിയത്. പക്ഷെ അയാൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. പിന്നീട് അയാൾ മെയിൻ റോഡിലേക്ക് ഓടി വരികയായിരുന്നു. അണ്ടർവേൾഡിലാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരുത്തനെ പോലും ഇതുവരെ കിഡ്നാപ്പ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അത് പിന്നെ സാറേ, അണ്ടർവേൾഡിൽ ഇപ്പൊ വന്നിരിക്കുന്നത് ഗതികേട് കൊണ്ടല്ലേ. സത്യത്തിൽ ഞങ്ങളുടെ ആഗ്രഹം ആക്ടേഴ്സ് ആവാനാണ്. പ്ലീസ്, ഞങ്ങൾക്ക് സിനിമയിൽ ചെറിയ ചെറിയ റോൾ ഒന്ന് സഹായിക്കില്ലേ സാർ? കോമഡി റോളായാലും കുഴപ്പമില്ല സാർ. എടാ പൊണ്ടക്കുളത്തിൽ തത്തിക്കളിക്കുന്ന വിവരമില്ലാത്ത വാൽമാക്രികളെ, ഞാൻ ഹീറോ ആയി കഴിഞ്ഞാൽ നിങ്ങളായിരിക്കില്ലേ എന്റെ അസിസ്റ്റൻസ്? പക്ഷെ സാർ, താങ്കളല്ലേ സിനിമയിലെ ഇപ്പോഴത്തെ മികച്ച വില്ലനായി അറിയപ്പെടുന്നത്. എനിക്കാ വേണ്ടത് ഹീറോയാണ്, ഹീറോ.
വില്ലനായ എനിക്ക് ഇടികൊണ്ട് മതിയായിരിക്കുകയാണ്. ഹീറോയായി വരുന്ന എല്ലാ റോളുകളും ആ തല തെറിച്ച ആക്ടർ രമേശ് ഖന്നയ്ക്കാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവരെ നമുക്ക് എത്രയും വേഗം കിഡ്നാപ്പ് ചെയ്യണം. അങ്ങനെ ചെയ്താൽ മാത്രമേ ഹീറോ റോൾ എനിക്ക് കിട്ടൂ. ഇപ്രാവശ്യം ഞങ്ങൾ തീർച്ചയായും രമേശ് ഖന്നയും കൊണ്ടേ വരൂ. വിജയക്കൊടി പാറിക്കും ഞങ്ങൾ. നിങ്ങൾ വിജയക്കൊടി പാറിച്ചാലും ശരി, കുത്തിവച്ചാലും ശരി, എനിക്ക് ആ രമേശ് ഖന്നയെ എത്രയും പെട്ടെന്ന് തന്നെ കിഡ്നാപ്പ് ചെയ്ത് കിട്ടണം. സാർ ഒന്നുകൊണ്ട് വിഷമിക്കട്ടെ, ഞങ്ങൾ എത്രയും പെട്ടെന്ന് കിഡ്നാപ്പ് ചെയ്തിരിക്കും. സത്യം. നാളെ അയാൾക്ക് സ്റ്റുഡിയോയിൽ ഷൂട്ടിംഗ് ഉണ്ട്. അവിടെ ഡാൻസേഴ്സിന്റെ നല്ല തിരക്കായിരിക്കും. ഒരു ചെറിയ ചാൻസ് കിട്ടിയാൽ ഉടനെ ഞങ്ങൾ കിഡ്നാപ്പ് ചെയ്യും. ഞാനും സാറിന് വാക്ക് തരുന്നു. നാളെ ഷൂട്ടിംഗ് സ്ഥലത്ത് നിന്ന് ഞങ്ങൾ തീർച്ചയായും അയാളെ പൊക്കിയിരിക്കും. ഇനി നിന്നെ ആർക്ക് രക്ഷിക്കാൻ കഴിയും രമേശ് ഖന്ന? അതെ കൊച്ചളിയാ, ഞാൻ മറന്നുപോയി. നമ്മൾ ആരൊക്കെ എന്തൊക്കെയാ ഇരിക്കുന്നേ? ഞാൻ ബോഡി ഗാർഡ്, ജോർദാർ ട്രെയിനർ, പോപ്പറ്റ് മേക്കപ്പ് മാൻ, നീ സ്പോട്ട് ബോയ്. ഓക്കെ. നമ്മൾ ദാ എത്തിപ്പോയി. ആഹാ, എന്ത് അടിപൊളി സെറ്റാണ് ഒരുക്കിയിരിക്കുന്നത്. രമേശ് ഖന്ന സാർ ഇപ്പൊ എവിടെയായിരിക്കും? ദേ ഇരിക്കുന്നു രമേശ് സാർ. ആഹാ, എന്റെ കുട്ടികൾ ഇതാ വന്നല്ലോ. ആ വരൂ, വന്നാട്ടെ, കേറി വാ മക്കളെ. ഇറ്റ് യുവർ സർവീസ് സർ. ഞങ്ങളുടെ ഒരു കണ്ണ് സാറിൽ എപ്പോഴും ഉണ്ടാകും. ഹലോ രമേശ് സാർ, താങ്കളുടെ ഷോട്ട് റെഡിയാണ്. എന്നാൽ നമുക്ക് ടേക്ക് എടുത്താലോ? മ്യൂസിക്. ഓക്കെ, ഡാൻസർ സെന്റർ. ഇനി അടുത്ത ടീം എൻട്രി ചെയ്യട്ടെ. കമോൺ രമേശ് സാർ, എൻട്രി. ടേക്ക് 1 ആൻഡ് ആക്ഷൻ. എല്ലാരും അലർട്ടായിരിക്കണം. അവർ മിക്കവാറും ഇവിടെ വരാൻ സാധ്യതയുണ്ട്. എന്താ നീ കുറച്ച് നേരോട് സാറിനെ കണ്ണുരുട്ടി കാണിക്കുന്നു. ആഹാ, കട്ട് 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 കട്ട്. അയ്യോ, കട്ടിയല്ല, ഒരു ആവശ്യമില്ല. ഇപ്പൊ ശരിയാക്കാം. ഈ ചീപ്പ് കൊണ്ട് ഒതുക്കി വെച്ചാ ശരിയാവും. സംശയമുണ്ടോ? ഈ സ്റ്റൈല് കണ്ടല്ലേ ഞങ്ങളൊക്കെ ഫാൻ ആയത്. അപ്പൊ ലുക്കല്ലേ കറക്റ്റ് ആയിട്ട് ഇരിക്കേണ്ടത്. മ്യൂസിക് സ്റ്റാർട്ട് ആൻഡ് ആക്ഷൻ. രമേശ് സാറേ, രമേശ് സാറേ. അയ്യോ അയ്യോ, രമേശ് സാറിനെ കാണാനില്ല. ഓ, കട്ട് 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 കട്ട്. ഇതിൽ കൂടുതൽ എങ്ങനെയാ കട്ട് ചെയ്യുന്നേ? ആപ്പിളത്തെ കട്ട് ചെയ്ത് തന്നെ കൊണ്ടുവന്നിരിക്കുന്നേ. നാശം പിടിക്കാൻ ടേക്കിന്റെ സമയത്ത് ഇവിടെ എന്തൊക്കെയാ സംഭവിക്കുന്നത്? അയ്യോ, അതിന് ഇത് ടേക്കിനുള്ള സമയമല്ല. സാറിന് ദാ ഇങ്ങനെ ഫ്രൂട്ട് കഴിക്കാനുള്ള സമയമാണ്. ബ്രേക്ക്. ദാ പോകുന്നു രമേശ് ഖന്ന. നമുക്കൊരു കാര്യം ചെയ്യാം, ആ കൂട്ടത്തിൽ അങ്ങ് കയറി നിൽക്കാം. സെക്യൂരിറ്റീസ്, എനിക്കിങ്ങനെ ആള് കൂടുന്നത് ഭയങ്കര പേടിയാണ്. സാർ പേടിക്കണ്ട, ഇവരെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. സെക്യൂരിറ്റി, ആരും ഇങ്ങോട്ട് വരാൻ പാടില്ല. പ്ലീസ് വഴി തരൂ.
പറഞ്ഞില്ലേ ആരും അടുത്തേക്ക് വരരുതെന്ന്. അയാൾ വന്നോട്ടെ. അത് മംഗളാണ്. ഇദ്ദേഹത്തെ കണ്ടിട്ട് മംഗളാണെന്ന് തോന്നുന്നില്ലല്ലോ. മംഗൾ എന്നത് ഇയാളുടെ പേരാണ്. എന്റെ സ്വന്തം അനിയനെ പോലെയാണ് ഇവൻ. അങ്ങനെയാണോ? എങ്കിൽ പൊയ്ക്കോളൂ. രമേഷ് സാറേ, കുറച്ചു മുമ്പാ ഇവിടെ ഷൂട്ടിംഗ് നടക്കുന്നു എന്ന് അറിഞ്ഞത്. സാറിന്റെ സിനിമയുടെ ഷൂട്ടിംഗ് ആണെന്ന് പിന്നീടാണ് മനസ്സിലായത്. അതുകൊണ്ടൊന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. നിന്നെ കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇതാണ് നമുക്ക് പറ്റിയ സമയം. വാ, ഡ്രസ്സിംഗ് റൂമിലേക്ക് പോവാം. ഞാൻ പുതിയ ഫിലിം സൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വില്ലൻ റോളിലേക്ക് നിന്റെ പേരും ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. വില്ലന് ഡയലോഗുകൾ ഒന്നും തന്നെ ഇല്ല. ജസ്റ്റ് തല്ലുന്ന സമയത്ത് ആ ആ ഈ ഊ ഊ ഇത്രയും ചെയ്താൽ മാത്രം മതി. പക്ഷേ ഞാൻ ഡയലോഗിന്റെ കാര്യത്തിലാണ് ഫേമസ്. കാട്ടിലെ ജീവജാലങ്ങളുടെ രാജാവ് സിംഹമാണെങ്കിൽ സിനിമയിലെ അന്നത്തെയും ഇന്നത്തെയും സൂപ്പർ വില്ലനാണ് ഈ മംഗൾ. ഡയലോഗ്സ് എല്ലാം നീ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നെ എന്താണ് ചെയ്യുക? സാർ, ഷോട്ട് റെഡിയാണ്. മംഗൾ, ഞാൻ ദാ ഇപ്പൊ വരാം. എല്ലാ ഡാൻസേഴ്സും ഈ വഴി വാ. വേഗം വേഗാവട്ടെ. എന്തു പറ്റി? ഞാൻ കൊതുകിനെ അടിച്ചതാണ്. റോൾ ആൻഡ് ആക്ഷൻ. എടോ, താൻ ഡാൻസ് കളിക്കാണോ അതോ മറ്റുള്ളവരെ അടിക്കുവാണോ? എന്റെ അമ്മച്ചി, കള്ളി വെളിച്ചത്തായി നമ്മൾ പിടിക്കപ്പെടും. അയ്യോ, ഇതാ കിഡ്നാപ്പേഴ്സ് സുപ്പാരിയും ബായിയുമാണ്. ഞങ്ങൾ ഇവിടെ ഉള്ളപ്പോ സാറിന്റെ ദേഹത്ത് തൊടാൻ പോലും പറ്റില്ല. എന്നാ പിന്നെ നമുക്ക് തുടങ്ങിയാലോ? പ്ലേറ്റ് ഇതാ പോയി പറക്കം തുടങ്ങിയ പോലെ തിരിച്ചു വരുമ്പോ അത് തോക്കുമായിട്ട് വരും. സാർ, ഇന്ന് ഞങ്ങൾ ആ സുപ്പാരിയെ ഒരു പാഠം പഠിപ്പിച്ചിട്ടേ അടങ്ങൂ. അയ്യോ സാറേ, ഞങ്ങളെ രക്ഷിക്കണേ. ഓ, ആ ഡാൻസേഴ്സിന്റെ പുറകിൽ പോയി ഒളിക്കാ. നമുക്ക് പോയി ഓടിക്കാം. എവിടെ പോയവന്മാര്? അതെനിക്കറിയില്ല. അവന്മാരെ ഡാൻസേഴ്സിന്റെ കൂട്ടത്തിൽ ഒളിച്ചു നിൽക്കുകയാണ്. എല്ലാവരും അവിടെ നിൽക്കുന്നിടത്തുനിന്ന് ആരും അനങ്ങി പോകരുത്. ഈ ആൾക്കൂട്ടത്തിനിടയ്ക്ക് അവരെ കണ്ടുപിടിക്കുന്നത് ബുദ്ധിമുട്ടാണ്. നിങ്ങൾ രമേഷ് സാറിനെ കിഡ്നാപ്പ് ചെയ്യാൻ വന്നതാണോ? എന്നെ കണ്ടിട്ട് നിനക്ക് കിഡ്നാപ്പർ ആയിട്ട് തോന്നുന്നുണ്ടോ? സോറി, നിങ്ങൾ പെണ്ണാണല്ലോ. അത് മാത്രമല്ല, ഞാൻ അടിക്കുകയും ചെയ്യും. എന്നാലും ഇവന്മാർ ഇത് എവിടെയാ ഒളിച്ചിരിക്കുന്നത്? പേടിച്ചോ? മിണ്ടരുത്, മിണ്ടിപ്പോകരുത്, അനങ്ങാതെ നിന്നോ. ആദ്യം താൻ മിണ്ടാതിരിക്കും. നാണോ ഇല്ലടോ സ്ത്രീകളോട് ഇങ്ങനെ പെരുമാറാൻ? ഇനി ഡാൻസ് വേണ്ട, ഒരു മണ്ണാൻ കെട്ടിയാൻ വേണ്ട. വാ പെങ്ങളെ, ഈ സിനിമയിൽ ഇനി നമുക്ക് വർക്ക് ചെയ്യണ്ട. അത് മറ്റാരോ ആണ്. മിണ്ടരുത്, അതെനിക്ക് മനസ്സിലായി. അവര് മറ്റാരോ ആണ്. നിങ്ങൾ എവിടത്തെ ബോഡി ഗാർഡ്സ് ആണ്? രണ്ട് ലൊട്ടുലൊടുക്കുകളായ കിഡ്നാപ്പേഴ്സിനെ പിടിക്കാൻ നിങ്ങൾക്ക് ഇതുവരെ കഴിഞ്ഞില്ല അല്ലേ?
ഓ ഞാൻ എന്തായാലും വീണ്ടും രക്ഷപ്പെട്ടു. നിങ്ങളാണ് എന്നെ ആ കിഡ്നാപ്പേഴ്സിന്റെ കയ്യിൽ പെടാതെ രക്ഷിച്ചത്. സാർ സന്തോഷിക്കുന്നതിന് പകരം വിഷമിച്ചിരിക്കുകയാണ്. ഇവൻ എന്റെ കൊച്ചേനിയനല്ലേ, അപ്പൊ എന്നെ ഓർത്ത് അവന് ടെൻഷൻ കാണുമല്ലോ. അതെ, എന്റെ സഹോദരൻ രക്ഷപ്പെട്ടു എന്നറിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. എനിക്ക് എന്തോ ഒരു പന്ത് കേട് തോന്നുന്നു. ഞാൻ ഇന്ന് ഒരുപാട് സന്തോഷത്തിലാണ് പിള്ളേരെ. സാർ, സാറിന്റെ ഈ ഡാൻസ് സ്റ്റൈല് വളരെ നല്ലതാണ്. കുട്ടിക്കാലം മുതലേ ഞാൻ ഇങ്ങനെയാണ്. അച്ഛൻ എന്നെ തല്ലാൻ വരുന്ന സമയത്തൊക്കെ ഞാൻ കൈകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് കാണിച്ചിരുന്നത്. പിന്നെ ഇങ്ങനെയൊക്കെ കൈ പിടിച്ച് ഞാൻ ഒളിഞ്ഞു നോക്കുമായിരുന്നു, പോയോ അതോ ഇല്ലയോ എന്ന്. സാർ, ഈ കിഡ്നാപ്പേഴ്സ് ആരായിരിക്കാനാണ് സാധ്യത? അതറിയില്ല. ഐ ഹേറ്റ് കിഡ്നാപ്പേഴ്സ്. എങ്ങനെയുണ്ട് ഈ സ്റ്റൈൽ? അവർക്ക് അവരുടെ അവസാനത്തെ അവസരവും നഷ്ടപ്പെട്ടു. ഇനി അവർ മുമ്പിൽ വന്നാൽ അങ്ങനെ വന്നതോർത്ത് അവർ പശ്ചാത്തപിക്കും. സംശയമുണ്ടോ? ആഹാ, എന്താ ഈ മാസ് ഡയലോഗ്? ഇതും എന്റെ അടുത്ത സിനിമയിൽ തീർച്ചയായും ഉപയോഗിക്കും. സാർ, സാർ എവിടെയാണെന്നുള്ള കാര്യം അവർ കൃത്യമായി അറിയുന്നുണ്ട്. സാറിനെ തട്ടിക്കൊണ്ടു പോകണമെന്ന് ആഗ്രഹമുള്ള ആൾ സാറിന്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടാവും. പക്ഷെ ആരായിരിക്കും അത്? ഇവിടെ അടുത്ത് ആരെങ്കിലും ഉണ്ടോ? രക്ഷിക്കണേ. എടാ, എനിക്ക് ശരിക്കും പേടിയാവുന്നുണ്ടടാ. നിനക്ക് പേടിയാവുന്നുണ്ടല്ലേ? കലികാലം പിടിച്ച കുരങ്ങുകളെ, എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത്? ഒരു കിഡ്നാപ്പ് ചെയ്യാൻ പോലും അറിഞ്ഞൂടെ നിങ്ങൾക്ക്? ഞാൻ ആ സമയത്ത് അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ കൈയോടെ പിടിച്ചേനെ അവര്. നിങ്ങൾ അണ്ടർവേൾഡിൽ തന്നെ ഒരു ചീത്തപ്പേരായി മാറിയിരിക്കുകയാണ്, കളങ്കമായിരിക്കുകയാണ്. അതാണ് ഞങ്ങളും പറഞ്ഞത്. സാറ് ഞങ്ങൾക്ക് സിനിമയിൽ അഭിനയിക്കാൻ ഒരു അവസരം വാങ്ങിച്ചാ ഞങ്ങൾ എന്നും നന്ദിയുള്ളവരായിരിക്കും. ആദ്യം പാടത്ത് പണി, പിന്നെ വരമ്പത്ത് കൂലി. ആദ്യം ഞാൻ പറഞ്ഞത് ചെയ്യ്, പിന്നെ നിങ്ങളെ ഞാൻ സിനിമയിൽ കയറ്റാം. അത് പിന്നെ സാർ, അയാൾക്ക് നല്ല ഭാഗ്യമുണ്ടെന്നാ തോന്നുന്നത്. അതാ ഇങ്ങനെ രക്ഷപ്പെടുന്നത്. മിണ്ടാതിരിക്കടാ, അവന്റെ സമയം ഒട്ടും ശരിയല്ല. ഇപ്പൊ എന്റെ സമയം ശരിയല്ലാത്തത് കൊണ്ടാണ് എനിക്ക് നിങ്ങളെ പോലെ മണ്ടന്മാരായ അസിസ്റ്റൻസിനെ കിട്ടിയത്. ഇതിൽ കൂടുതൽ ഇനി നാടകടാ പയ്യ. ഇനി ആ രമേശ് കന്യ എങ്ങനെയെങ്കിലും പൊക്കിയേ മതിയാവൂ. എടാ കുട്ടിച്ചാത്തന്മാരെ, ഞാൻ പറയുന്നത് മുഴുവനും കേൾക്കാം. അവനെ പൊക്കിയെടുത്താ മാത്രം പോരാ, പൊക്കിയെടുത്ത് എന്റെ അടുത്ത് കൊണ്ടുവരികയും വേണം. എന്നാൽ വാസുപ്പാരി, നമുക്ക് അവനവന്റെ വീട്ടിൽ നിന്ന് തന്നെ പൊക്കാം. വേണ്ട, വീട്ടിലവൻ ബോഡി ഗാർഡ്സിനെ വെച്ചിട്ടുണ്ട്. അവനെ മാളിൽ നിന്ന് പൊക്കിയാ മതി. പക്ഷെ അയാളെ മാളിൽ കൊണ്ട് ആരാ വെക്കുന്നത്? എടാ മരം കഴുതേ, ഞാൻ പറയുന്നതൊന്ന് കേക്ക്. നാളെ അവൻ മാളിന്റെ ഉദ്ഘാടനം ചെയ്യാനായി പോകുന്നുണ്ട്. അവിടെയുള്ള ജനത്തിരക്ക് പ്രയോജനപ്പെടുത്തി നിങ്ങൾ അവനെ അവിടെ വച്ച് കിഡ്നാപ്പ് ചെയ്യണം. 11 മണിയായല്ലോ, രമേഷ് സാർ ഇതുവരെ വന്നില്ല. എനിക്ക് ഒരു സൂപ്പർ സ്റ്റാർ ആവണം, പക്ഷെ ഇവിടെ ആരും കണ്ടതായിട്ട് പോലും നടിക്കുന്നില്ല. വരും ഹണി, നിനക്ക് ഒരു നല്ല സമയം വരും. നിങ്ങൾ ഇവിടെ എങ്ങനെ സൂപ്പർ സ്റ്റാർ ആണെന്ന് ആലോചിക്കാണോ? നമ്മൾ ഇവിടെ ഒരു സൂപ്പർ സ്റ്റാറിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. സംശയമുണ്ടോ? അതെ, പോപ്പട്ട് പറയുന്നത് ശരിയാണ്. സൂക്ഷിക്കണം, അവന്മാർ ഇവിടെ തന്നെ ഉണ്ടാകും. വന്നാട്ടെ സാർ, വന്നാട്ടെ. താങ്കളെ കാത്തിരിക്കുകയായിരുന്നു. താങ്ക് യു, താങ്ക് യു. സാറ് വരുമെന്ന് അറിഞ്ഞതോടെ ഞങ്ങളുടെ മാള് ഫേമസ് ആയി. ഓക്കെ, റിബൺ എവിടെയാണ്? ദാ ഇവിടെയാണ് സാർ. സാർ, ഡാൻസ് സ്റ്റെപ്പ് പ്ലീസ്. തീർച്ചയായും ഫാൻസിന് വേണ്ടി എന്തും ചെയ്യും. സാർ എന്തായി ചെയ്യുന്നത്? ആ റിബൺ മുറിക്കൂ. അതൊരു റിബണല്ലേ, ഞാൻ മുറിക്കാം. ഞാൻ അങ്ങയുടെ വലിയ ഫാനാണ് സാർ. അങ്ങേ എന്ത് ചെക്ക് ചെയ്യാനാ? സെക്യൂരിറ്റി, നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്തോളൂ. വാവ്, നല്ല അടിപൊളി മാളാണല്ലോ. ഇവിടെ കാണാനുള്ള കാഴ്ചകൾ ഒരുപാടുണ്ട്. ഈ മോളിൽ ഷോപ്പിംഗ് നടത്താൻ നല്ല രസമായിരിക്കും. നമ്മളിവിടെ എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയല്ല. കിഡ്നാപ്പേഴ്സ് വരുന്നുണ്ടോ എന്ന് നോക്ക്. എടാ, കിഡ്നാപ്പ് ചെയ്തതിന് ശേഷമാണ് ബോംബ് പൊട്ടിക്കേണ്ടത്. സുപ്പാരി, ഈ ബോംബ് പൊട്ടിക്കുമ്പോൾ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടാൻ തുടങ്ങും. ആ തിരക്കിനിടയിൽ നമുക്ക് കിഡ്നാപ്പ് ചെയ്യാം. എങ്ങനെയുണ്ട് ബുദ്ധി? നിന്റെ ഐഡിയ കൊള്ളാമടാ.
വല്ലാത്ത ചെയ്തായി പോയി. ഓടിക്കോ. അയ്യോ, ആ ബോംബ് ബ്ലാസ്റ്റ് ആയി. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇത് ഡാൻസ് കളിക്കാനുള്ള സമയമല്ല, ഒളിക്കാനുള്ള സമയമാണ്. സംശയമുണ്ടോ? രമേഷ് സാർ വേഗം പോയി ഒളിച്ചോ. തട്ടിക്കൊണ്ട് പോകാൻ വന്നവർ ഇവിടെ കാണും. ഞങ്ങൾ അവരെ നോക്കിക്കോളാം. ഹണി, നീ പോയി രമേഷ് സാറിനെ നോക്ക്. ഇത് 100% അവരുടെ പണി തന്നെയാണ്. അവരിവിടെ തന്നെയുണ്ട്. നോക്കാം. ഇവരെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഞാൻ എവിടെയാ കണ്ടത്? പിടികിട്ടി. നിങ്ങൾ അവരല്ലേ ഇന്നലെ ഡാൻസേഴ്സ് ആയിട്ട് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വന്ന് കിഡ്നാപ്പ് ചെയ്യാൻ നോക്കിയത്? ഇതെന്തായാലും നന്നായി. കിഡ്നാപ്പിംഗ് പരിപാടിയൊക്കെ നിർത്തിയിട്ട് ഇങ്ങനെ അധ്വാനിച്ച് ജീവിക്കാൻ മനസ്സുണ്ടായല്ലോ. കലക്കി. ഇവരൊരു മരക്കഴുത തന്നെയാണല്ലോ ഭായി. വാ, നമുക്ക് രമേഷ് ഖന്നയെ പോയി കിഡ്നാപ്പ് ചെയ്യാം. ഇരിക്കുന്നു ആ രമേഷ് ഖന്ന. മര്യാദക്ക് ഞങ്ങളുടെ കൂടെ വരാൻ നോക്ക്, അല്ലെങ്കിൽ നല്ല ഇടി തന്ന് ഞങ്ങൾ ഇവിടുന്ന് പിടിച്ചോണ്ട് പോവേണ്ടി വരും. എന്നെ വെറുതെ വിട്ടേക്ക്, ഞാൻ വരില്ല. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഇവരെ നമുക്ക് ഇവിടുന്ന് ബോധം കെടുത്തിട്ട് കൊണ്ടുപോകാം. എന്റെ അമ്മോ, എന്റെ തടുപൊടിഞ്ഞ്. കൊച്ചളിയ, അയാളെ കണ്ടിട്ട് ഒരു കിഡ്നാപ്പറിനെ പോലെ തന്നെയുണ്ട്. എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നേ. ഒളിച്ചാണല്ലോ നടക്കുന്നേ. വേഗം പിടിക്കവനെ. പിന്നെ ഞങ്ങൾ വെറുതെ വിടില്ല. ഇത് നമ്മുടെ ഇൻസ്പെക്ടർ പാണ്ഡെയാണ്. തുണി അലക്കുമ്പോൾ അലക്കി കളഞ്ഞു. ഞാൻ കിഡ്നാപ്പേഴ്സിനെ പിടിക്കാൻ വേണ്ടിട്ടാണ് വേഷം മാറി ഇങ്ങോട്ടേക്ക് വന്നത്. ഇനിയിപ്പോ അവരെ പിടിക്കേണ്ട ഒരാവശ്യമില്ല. അവരിപ്പോ നല്ലവരായി. അത് നിനക്കെങ്ങനെ അറിയാം? ഈ മോളിൽ തന്നെ അവര് ക്ലീനേഴ്സിന്റെ ജോലി നോക്കുന്നത് ഞാൻ കണ്ടു. എന്ത്? ദാ നിക്കുന്നു. പിടിക്കവുമാരെ. അവന്മാര് പോകുന്നത് പാർക്കിങ്ങിലേക്കാണല്ലോ. വാ, നമുക്ക് അങ്ങോട്ട് പോകാം. ഭായ്, വേഗം കാർ ഇറക്ക്. സുപാരി, നമ്മുടെ കാറിന്റെ മുന്നിലായിട്ട് വേറെ ആരോ കൊണ്ട് കാറ് പാർക്ക് ചെയ്തിരിക്കുന്നു. കണ്ടോ? എടാ വിഡ്ഢി, ഇത്രയും ഉള്ളിലേക്ക് കയറി കാറ് പാർക്ക് ചെയ്യേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? നാശം പിടിക്കാനായിട്ട് അതിന് ആരെങ്കിലും കാർ അവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യോ? അതിന് ഞാൻ ആദ്യം കണ്ട ഗ്യാപ്പിലാണ് കാർ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തത്. എത്തിക്കഴിഞ്ഞു. പിടിക്കേ. ഈ കാണുന്ന കാറ് നിങ്ങളുടേതാണോ? ആ, അതെ. എങ്കിലാ താക്കോൽ എനിക്ക് തന്നേക്ക്. വേഗം പോവാ. എന്റെ ഭായി ഒന്ന് വേഗം വന്ന് വണ്ടിയിൽ കയറ്. രക്ഷിക്കണേ. അതാണ് പാണ്ഡ സാറിന്റെ വണ്ടി. വേഗം വാ. ഇനി എന്തായാലും നിങ്ങൾ രക്ഷപ്പെടില്ല. വണ്ടി വേഗം എന്തെങ്കിലും ചെയ്യ. അവന്മാരിതാ രക്ഷപ്പെടുകയാണ്. പേടിക്കണ്ട, അവന്മാരെ നമ്മൾ പിടിച്ചിരിക്കും. നിൽക്കവിടെ. എടാ, വണ്ടി നിർത്താനാ പറഞ്ഞതാ. അറിയാത്തുള്ള ഭാഷയിലൊക്കെ പറഞ്ഞിട്ട് ഉമ്മാര് നിർത്തുന്നില്ലല്ലോ. ഓടിക്കോ. അയ്യോ, ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കണേ. തിരിക്ക്, വണ്ടി തിരിക്ക്. അയ്യോ സുപാരി, നമ്മുടെ പുറകിന്ന് വിട്ടുമാറുന്നില്ലല്ലോ. രമേശ് ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. രക്ഷിക്കണേ, ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കണേ. അയ്യോ, പക്ഷെ അയാളുടെ ആളുകള് ഞങ്ങളുടെ പുറകിൽ തന്നെ ഉണ്ട്.
അതെ നിങ്ങൾ നേരെ ഇങ്ങ് പോന്നോ. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഏറ്റു. അദ്ദേഹം ദാ ഇവിടെ മെയിൻ റോഡിൽ തന്നെ ഉണ്ട്. ആ രമേശ് തന്നെ അവിടെ വീട് പോയല്ലോ. മംഗളെങ്ങനെ ഇവിടെ എത്തി? നിങ്ങൾ ഇതെന്ത് പണിയാ കാണിച്ചത്? എന്റെ തലതേ ഇപ്പോഴും വേദന കൊണ്ട് പൊളയുകയാണ്. ദാ എന്റെ പുതിയ കാറും നിങ്ങൾ നശിപ്പിച്ച് കളഞ്ഞില്ലേ? നിങ്ങൾക്കെന്താ മുഖത്ത് കണ്ണില്ലേ? നോക്കി വണ്ടി ഓടിക്കാൻ അറിയില്ലേ? എന്റെ കാർ ഇതേ പാട്ട പോലെ ചളുങ്ങിപ്പോയി. താങ്കൾ ഇവിടെ എന്ത് ചെയ്യാ? ഒരു എക്സാം എഴുതാൻ വേണ്ടിട്ട് വന്നതാണ്. എടോ, ഞാൻ എന്റെ വീട്ടിലേക്ക് പോവുകയായിരുന്നു. നിങ്ങൾ കാരണം അവർ രമേശ് സാറിനെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയി. എന്നെ ആരും കൊണ്ടുപോയില്ല. ഞാൻ ഈ ഡസ്റ്റ്ബിനിലുണ്ട്. ഈ ഡസ്റ്റ്ബിൻ ഒന്ന് വേഗം തുറക്കൂ പിള്ളേരെ. രമേശ് സാർ എങ്ങനെയാ ഇവിടെ വന്നത്? എടാ, ഞാൻ താഴെ വീണായിരുന്നു. എന്നെ വേഗം വീട്ടിലേക്ക് കൊണ്ടുപോകും. എനിക്ക് കുളിക്കണം. അല്ലെങ്കിൽ ഈ നാറ്റം സഹിക്കാൻ പറ്റാതെ ഞാൻ ഇവിടെ തന്നെ ബോധം കെട്ടു വീഴും. വീണ്ടും രക്ഷപ്പെട്ട് കളഞ്ഞു. ഈ നാറ്റത്തിൽ നിന്നും ഞാൻ എങ്ങനെയാണ് രക്ഷപ്പെടുക? വളിച്ച സാമ്പാറിന്റെ വൃത്തികെട്ട സ്മെല്ല് വരുന്നുണ്ടല്ലോ. ഐ റിയലി ഹേറ്റ് സാമ്പാർ. കുട്ടികളെ, ഇത് സോയാ സോസിന്റെ നന്നായിട്ട് ഒന്നുകൂടി മണം പിടിച്ചു നോക്കിയേ. വളിച്ച ചൈനീസ് ഫ്രൈഡ് റൈസിന്റെ മണം കിട്ടും. ശരിയാണല്ലോ, നിങ്ങൾ പബ്ലിക് ആണ്, അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കറിയാം. നിങ്ങൾക്കൊരു കാര്യം ആലോചിച്ചിട്ട് സംശയം തോന്നുന്നില്ലേ? അത് ഏത് കാര്യ ബണി? എക്സ്റ്റോർഷന് വേണ്ടിയിട്ട് ഒരു കോളും ഇതുവരെ വന്നില്ല. അത് എക്സ്റ്റോർഷൻ അല്ല, ബ്ലാക്ക് മെയിൽ. അവരാദ്യം കിഡ്നാപ്പ് ചെയ്യും, എന്നിട്ട് ഫോണിൽ വിളിച്ച് കാശ് ചോദിക്കും. പക്ഷെ ആരോട്? രമേശ് സാറിന് അങ്ങനെ ആരുമില്ലല്ലോ, പിന്നെ ആരോട് കാശ് ചോദിക്കും? ഇവർക്ക് കാശല്ല വേണ്ടത്, വേറെ എന്തോ ആണ്. എല്ലാ ഷൂട്ടിങ്ങിലും പ്രശ്നങ്ങളാണ്. രമേശ് സാർ ഷൂട്ടിങ്ങിന് പോകാതിരിക്കാൻ ആരോ ശ്രമിക്കുന്നുണ്ട്. ആരാ അത്? എനിക്കൊരു രൂപം കിട്ടിയിട്ടുണ്ട്. നാളെ ഷൂട്ടിങ്ങിന് പോകുമ്പോ അവിടെ വെച്ച് പറയാം ആൾ ആരാണെന്ന്. അനിയ, എന്റെ കയ്യിൽ വണ്ടിയുണ്ട്, ബംഗ്ലാവുണ്ട്, ബാങ്ക് ബാലൻസ് ഉണ്ട്. അമ്മയും എന്റെ കൂടെ തന്നെയുണ്ട്. നിന്റെ കയ്യിൽ എന്താണുള്ളത്? എന്റെ കയ്യില് ആവശ്യത്തിന് ഭൂമിയുണ്ട്. ആ ഭൂമിയിൽ 3 സ്റ്റമ്പ് കുത്തി നീ 2020 കളിക്കാൻ പോവുകയാണോ? ഭാര്യയും മകളും ചിറ്റയും ചിറ്റപ്പനും മുത്തശ്ശിയും അമ്മയും അമ്മൂമ്മയും എല്ലാം എന്റെ കൂടെയാണ്. ഇന്ന് നീ വളരെ സന്തോഷത്തിലായിരിക്കും. കാരണം നിന്റെ അനിയൻ ആരുമില്ലാത്ത ഒരു അനാഥനെ പോലെ നിന്റെ കൺമുന്നിൽ വന്ന് നിൽക്കുകയാണ്. ആ, ഈ അവസ്ഥയ്ക്ക് കാരണം നീ തന്നെയാണ്. ആ, എന്റെ ഡാൻസ് ഇതാ സ്റ്റാർട്ട് ചെയ്തു. മിണ്ടിപ്പോകരുത്. കാര്യങ്ങളൊന്നും മനസ്സിലാവാത്ത പമ്പര വിധി. ഇന്ന് മുതൽ ഈ സ്വത്തുക്കളെല്ലാം തന്നെ എന്റേതായിരിക്കും. ആഹാ, അടിപൊളി. ക്യാമറയ്ക്ക് മുന്നിൽ വേണമെന്നുള്ള എന്റെ ആഗ്രഹം ദാ ഇപ്പോ സാധിച്ചിരിക്കുന്നു. സുപ്പാരി, നമുക്കിനി മംഗൾ സാറിനെ കാണിച്ചു കൊടുക്കാം നമ്മൾ എത്ര നന്നായി അഭിനയിക്കുമെന്ന്. വേഗം വാ. പിടിച്ചുകൊണ്ട് പോ ഇവനെ. ബോസ്, ഞങ്ങൾ ഇവനെ കൊണ്ടുപോകുന്ന സ്ഥലം ആകാശം മുതൽ പാതാളം വരെ ട്രാക്ക് ചെയ്താലും ആർക്കും കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരിടമാണ്. ബോസ്, ഞാൻ പറഞ്ഞു വരുന്നത് ഞങ്ങൾ ബോസിന് വേണ്ടി ഞങ്ങളുടെ ജീവൻ തന്നെ തരുമെന്നാണ്. മിക്കവാറും തന്റെ ജീവൻ ഞാൻ തന്നെ എടുക്കും. തന്നോടാരാ ഇടയ്ക്കേറി ഡയലോഗ് പറയാൻ പറഞ്ഞതാ? അയ്യോ, ആക്ടർ അഭിനയിക്കുമ്പോ ഡയലോഗ് പറയാതെ അവിടെ നിന്ന് മന്ത്രം ജപിക്കാൻ പറ്റുമോ? ഓവർ ആക്ട് ചെയ്യാനാണോ ഇങ്ങോട്ട് വന്നത്? നിന്നോടൊക്കെ പറയുന്നത് മാത്രം ചെയ്താൽ മതിയോ? ആ, റെഡി സാർ. മംഗൾ സാർ, അങ്ങനെ ഡയലോഗ് ഒന്നും തുടങ്ങാം. റെഡി, ആക്ഷൻ. പിടിച്ചുകൊണ്ട് പോയിവനെ. അയ്യോ, ഇങ്ങനെ ചെയ്യല്ലേ അനിയ. നീ വേണേ വണ്ടി എടുത്തോ, ബംഗ്ലാവ് എടുത്തോ, വേണമെങ്കിൽ ബാങ്ക് ബാലൻസും എടുത്തോ. പക്ഷേ അമ്മയെ മാത്രം നിനക്ക് ഒരു കാരണവശാലും ഞാൻ വിട്ടുതരില്ല. എനിക്ക് അമ്മയെയും വേണം. വേണ്ട, നമ്മുടെ അമ്മ ഇനി എന്റെ മാത്രം അമ്മയായിരിക്കും. ഇല്ല. പിടിച്ചുകൊണ്ട് പോയിവനെ. അനിയ, എന്നെ വെറുതെ വിട്ടേക്കനിയ. വിടന്നെ, എന്നെ വെറുതെ വിട്ടേക്കനിയ. എടാ, സൂപ്പർ, എക്സലന്റ്, മാർവലസ് ഷോട്ട്. ഇനി നമുക്ക് ക്ലോസ് അപ്പ് എടുക്കാം. രമേശ് സാറിന് വേഗം തിരിച്ചു കൊണ്ടുവാ.
എടാ അദ്ദേഹം എങ്ങോട്ടാ പോയതാ? പെട്ടെന്നൊന്ന് വിളിക്ക. രമേഷ് സാറിനെയും ആ രണ്ട് നടന്മാരെയും കാണുവാനില്ല സാർ. അത് കിഡ്നാപ്പേഴ്സാ. അവന്മാർ അന്വേഷിക്ക്. എന്നെ ഇതെങ്ങോട്ടാ നിങ്ങൾ ഈ കൊണ്ടുപോകുന്നേ? ഫിലിം ഷൂട്ടിംഗ് നടക്കുന്നത് അവിടെയല്ലേ? എന്നെ വിടാനാ പറഞ്ഞേ. എന്റെ അനിയൻ, എന്റെ കൂട്ടുകാരൻ എന്നെ രക്ഷിക്കാൻ വേണ്ടി വന്നു. പക്ഷെ അമ്മയെ ഒരു കാരണവശാലും നിനക്ക് ഞാൻ തരില്ല. ഇനി സന്തോഷം കൊണ്ട് ഡാൻസ് ചെയ്തോ മറ്റൊരു സ്റ്റൈലിൽ. പിടിച്ചു കെട്ട്. നീ എന്തായി ചെയ്യുന്നേ? ചതി? അതെ അതെ, ഞാൻ തന്നെയാണ് ചതിച്ചത്. മിണ്ടാതെ നാവടക്കിയിരിക്ക്. കൊണ്ടുപോയവനെ. പുറകിലുള്ള ടണൽ വഴി 2 കിലോമീറ്ററോളം പോകേണ്ടി വരും. അവിടുന്ന് പിന്നെ നേരെ ബംഗ്ലാവിലേക്ക് കൊണ്ടുപോക്കോ. ഞാൻ നിന്നെ ഒരു സഹോദരനെ പോലെയല്ലേ കണ്ടത്? വീട്ടിലിരുത്തി ഭക്ഷണം ഞാൻ തന്നു. നീ എന്റെ ശത്രുവായി മാറുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതെ, ഒരു ശത്രുവിന് പോലും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് കൂട്ടുകാരനായ ഈ ഞാൻ ചെയ്തത്. ഇനി ഞാനായിരിക്കും ഹീറോ. ഇനി അങ്ങോട്ട് എന്റെ ദിവസങ്ങളാണ്. അയ്യോ, എന്റെ ഫിലിമിന്റെ കാര്യം പോക്ക് തന്നെയാ. ഇനി എങ്ങനെ ഞാൻ ഈ പടം പൂർത്തീകരിക്കും? എടാ വേഗം പോയി അദ്ദേഹത്തെ അന്വേഷിക്കേ. കൊച്ചലിയ, ഇവരെ നിക്കറിന്റെയും ബനിയന്റെയും പരസ്യം ഷൂട്ട് ചെയ്യാൻ കൊണ്ടുവന്നാണോ? ഇത് ജൂനിയർ ആർട്ടിസ്റ്റുകളാ. ഇവരാരോ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. അവർ തന്നെ ഇവർക്ക് പകരം ആ സീനിൽ അഭിനയിച്ച ഗുണ്ടകൾ. സത്യത്തിൽ അവർ ശരിക്കുള്ള ഗുണ്ടകൾ തന്നെയായിരുന്നു. എന്നിട്ട് രമേശ് സാറിനെ കിഡ്നാപ്പ് ചെയ്തോണ്ട് പോയി. സംശയമുണ്ടോ? സാർ എവിടെയായിരുന്നു? ഞാൻ രമേശ് സാറിനെ അന്വേഷിക്കുകയായിരുന്നു. പക്ഷേ എങ്ങ് കണ്ടില്ല. അദ്ദേഹത്തെ കിഡ്നാപ്പ് ചെയ്തു. എന്ത്? അദ്ദേഹം എന്റെ ചേട്ടനെ പോലെ ആയിരുന്നു. പോലീസിനെ വിളിക്ക്, ആർമിയെ വിളിക്ക്. സെക്യൂരിറ്റീസ്, എന്തെങ്കിലും ഒന്ന് ചെയ്യ. ഡോണ്ട് വറി, ഞങ്ങൾ രമേഷ് സാറിനെ കണ്ടുപിടിക്കും. താങ്ക് യു വെരി മച്ച് കുട്ടികളെ. കണ്ടുപിടിക്ക. അല്ല, എന്റെ പടത്തിന്റെ കാര്യം എന്തായി തീരും? ഹീറോയെ തന്നെ കാണാതായിരിക്കുന്നു. ഇനിയിപ്പോ അദ്ദേഹത്തെ എപ്പോ കണ്ടുപിടിക്കുമെന്ന് അറിയില്ല. കിട്ടുമോ ഇല്ലയോ എന്നും അറിയില്ല. താങ്കൾക്ക് ഈ ഫിലിമിൽ എന്നെ ഹീറോ ആക്കിക്കൂടെ? നിങ്ങളെയോ? പക്ഷെ അങ്ങനെയാണെങ്കിൽ ഈ പടം ഞാൻ റീഷൂട്ട് ചെയ്യേണ്ടി വരുമല്ലോ. എന്റെ ഡയറക്ടർ സാറേ, താങ്കളുടെ ആദ്യത്തെ സിനിമ തന്നെ പെട്ടിയിലിരിക്കുന്നത് മോശമല്ലേ? അതുകൊണ്ട് ഈ ഫിലിം റീഷൂട്ട് ചെയ്യുന്നതാണ് നല്ലത്. അതും ശരിയാണ് സാർ. സാറ് പറഞ്ഞത് കറക്റ്റ് തന്നെയാ. അല്ലെങ്കിൽ സാറിനെ കണ്ടാൽ ഒരു ഹീറോയെ പോലെ തന്നെ ഉണ്ട്. അപ്പൊ പിന്നെ എല്ലാം ഓക്കെയാ. ഒരു ഫെന്റാസ്റ്റിക് സീൻ എടുത്ത് നമുക്ക് തുടങ്ങാം. ഓക്കേ. സീൻ ഇതുവരെ എഴുതിയിട്ടില്ല. സാറൊന്ന് ഇംപ്രവൈസ് ചെയ്താൽ മതി. ഓക്കെ ഓക്കേ. ലൈറ്റ് ഓൺ, ക്യാമറ ഓൺ, ആക്ഷൻ. എന്റെ ജീവനായ പ്രിയെ, ഞാൻ നിന്നെ ഒരിക്കലും മറക്കില്ല. ഞാൻ ആദർശവാനാണ്, ധീരനാണ്, സ്ത്രീകളെ ബഹുമാനിക്കുന്നവനുമാണ്. മാത്രമല്ല, ഞാൻ നിന്റെ അച്ഛനെയും വളരെ ബഹുമാനിക്കുന്നുണ്ട്. ഓ, അടിപൊളി അടിപൊളി അടിപൊളി. എന്ത് ഡൈനാമിക് ഇമോഷൻ ആണ്, എന്തൊരു കെമിസ്ട്രിയാണ്. എനിക്ക് എന്റെ ഫിലിമിന്റെ ഹീറോയെ കിട്ടിക്കഴിഞ്ഞു. മംഗൾ സാർ, നിങ്ങൾ അവിടെ ഇരിക്കെ. ഞാൻ അടുത്ത ഷോട്ട് റെഡി ചെയ്തിട്ട് അങ്ങേ വന്ന് വിളിക്കാം. ഇതാണ് ഞാൻ ആഗ്രഹിച്ചതും. ഇയാൾ എന്ത് മനുഷ്യനാ? ഇപ്പൊ വലിയ ചേട്ടനാണെന്നൊക്കെ അല്ലേ പറഞ്ഞത്? എന്നിട്ട് ചേട്ടൻ അഭിനയിക്കുന്ന സിനിമയെ തന്നെ ചേട്ടനിട്ട് പണി കൊടുത്തിട്ട് ഹീറോ ആയിട്ട് അഭിനയിക്കുന്നത് കണ്ടില്ല? അതെ, എനിക്ക് ഇയാളെ നേരത്തെ തന്നെ സംശയം ഉണ്ടായിരുന്നു. ഇപ്പൊ വിശ്വാസമായി. ഇയാൾ രമേഷ് സാറിനെ എന്തോ ചെയ്തിട്ടുണ്ട്. സാർ, ലൈറ്റ് വെക്കൊണ്ടിരിക്കുക. സൺസെറ്റിന്റെ ഷോട്ടാണ്. സൺറൈസ് വരുന്ന ഒരു സമയമുണ്ട്. ഇപ്പൊ നമുക്കൊക്കെ പാക്കപ്പ് ചെയ്യാം. ഓക്കെ, എവരിബഡി പാക്കപ്പ്. ഓക്കേ, നാളെ രാവിലെ ഞാൻ വരാം. നമുക്ക് ഇയാളുടെ പുറകെ പോകാം. ആഹാ, 1 വർഷം മുഴുവനും ഞാൻ ആ രമേശിനെ തടവിലാക്കി വെക്കും. അപ്പോ ഒരു 8-10 സിനിമകളിൽ ഹീറോയായി അരങ്ങേറ്റം കുറിക്കുകയും ചെയ്യും. ഇയാള് നേരെ രമേഷ് സാറിന്റെ അടുത്തേക്കായിരിക്കും പോകുന്നത്. ഇയാള് തന്നെ കിഡ്നാപ്പറാന്ന് നിനക്കെന്താ ഇത്ര ഉറപ്പ്? സ്വന്തം കൂട്ടുകാരനെ തട്ടിക്കൊണ്ടു പോയിട്ടും ഇയാള് ഷൂട്ടിംഗ് നടത്തി. ആ സുബാരിയെയും കൂട്ടുകാരനെ രക്ഷപ്പെടുത്തിയതും ഇയാള് തന്നെയാണ്. എനിക്ക് നല്ല വിശ്വാസമുണ്ട് കിഡ്നാപ്പർ ഇയാള് തന്നെയാണ്. വാ, അയാളെ പുറകെ പോകാം. രമേഷ് സാറിനെ നമുക്ക് രക്ഷിക്കണം. അയ്യോ, എന്നെ രക്ഷിക്കണേ, രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ, അയ്യോ, എന്നെ രക്ഷിക്കണേ. ഇവര് നന്നായി തന്നെ കെട്ടിയിടണം, അല്ലെങ്കിൽ ഡാൻസ് കളിച്ച് മനുഷ്യനെ വട്ടുപിടിപ്പിക്കും. എന്നാലും എന്റെ തടിയാ, നീ ചെയ്തത് ഒട്ടും ശരിയായില്ല. സുപ്പാരി തടിയാന്ന് പിടിച്ച് കളിയാക്കുന്നോ? നീയാടാ തടിയൻ. നിന്റെ വീട്ടുകാർ മൊത്തം തടിച്ചുകളും തടിയന്മാരുമാടാ. വേഗം ഇവരുടെ വായ തുണി കൊണ്ട് മൂടിക്കെട്ട്. എന്റെ ദൈവമേ, രാത്രി മൊത്തം അലറിയും കരഞ്ഞും വിളിച്ച് മനുഷ്യന്റെ തലയ്ക്ക് വട്ട് പിടിപ്പിച്ചു. ഇപ്പൊ നീ കിടന്ന് നിലവിളിച്ച് എനിക്ക് വട്ടാണോന്ന് എനിക്ക് തന്നെ സംശയം തോന്നി തുടങ്ങി.
മിണ്ടാതിരിക്കടാ മര കഴുതേ. സൂപ്പർ സ്റ്റാർ ആണ് ഞാൻ. മര്യാദയ്ക്ക് സംസാരിക്ക. എങ്കിൽ മര്യാദയ്ക്ക് അദ്ദേഹത്തെ വിട്ടേക്ക്. നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? ഞങ്ങൾ തന്നെ പുറകെ തന്നെ ഉണ്ടായിരുന്നു. സംശയമുണ്ടോ? അല്ല, എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യമുണ്ട്. രമേഷ് സാറിനെ ഗുണ്ടകൾ പിടിച്ചോണ്ട് വന്നു. ഞങ്ങളാണെങ്കിൽ മംഗളിന്റെ പുറകെയാണ് വന്നത്. അപ്പൊ പിന്നെ നമ്മൾ എങ്ങനെയാണ് രമേഷ് സാറിന്റെ അടുത്തെത്തിയത്? കാരണം ഈ പ്ലാനിന്റെ സൂത്രധാരൻ മംഗൾ തന്നെയാണ്. പാർക്കിങ്ങിൽ വെച്ച് സുമാരിയെയും സഹായിയെയും രക്ഷിച്ചു. അപ്പോഴേ എനിക്ക് സംശയം തോന്നി. ഇന്ന് ലൊക്കേഷനിൽ വെച്ച് എല്ലാം ബോധ്യമായി. എടാ മരമണ്ടന്മാരായ പിള്ളാരെ, നിങ്ങൾ ഏതായാലും ഇവിടെ എത്തി. പക്ഷെ ഇനി ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ പറ്റില്ല. പിടിക്കവന്മാരെ. വേഗവന്മാരെ പിടിക്ക്, വെറുതെ വിടരുത്. ചാടിക്കോ. മൈക്കിൾ ജാക്സണോ ഇങ്ങനെ ഡാൻസ് ചെയ്യാൻ? നീ എന്തിനാ ഈ പിണ്ണത്തൈലം തരട്ടിക്കൊണ്ട് കിടക്കുന്നേ? എടാ നിന്നെയൊന്നും ഞാൻ വെറുതെ വിടില്ലടാ. ഈ മംഗളിനെ തൊട്ട് കളിച്ചാൽ ഒരുത്തരെ ഞാൻ വെറുതെ വിടില്ലടാ. ആദ്യം നിന്റെ കൈ രണ്ടും തൊടാൻ പറ്റുന്നത് നോക്ക്. വേണ്ടി പോകരുത്. എന്നെ കളിയാക്കി ചിരിക്കുന്നോടാ. ഇപ്പൊ ശരിയാക്കി തരാം ഞാൻ. താനായിട്ട് ശരിയാക്കണ്ട, ഞങ്ങള് ശരിയാക്കി തരാം. അയ്യോ രക്ഷിക്കണേ. തന്റെ സ്റ്റൈലിൽ തന്നെ ഞങ്ങൾ തന്നെ അടിക്കും. എടാ മരമാക്രികളെ, വന്നെന്നെ രക്ഷിക്കടാ. എന്റെ അമ്മച്ചി. അയ്യോ അയ്യോ ഇൻസ്പെക്ടർ പാണ്ഡയുടെ വക ഉരുട്ടൽ മസാജ് ഉണ്ടാകും. ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഇവിടെ എത്തും. സംശയമുണ്ടോ? എല്ലാവരും എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യോ. അയ്യോ ഞങ്ങളെ എങ്ങോട്ടായി കൊണ്ടുപോകുന്നത്? അയ്യോ അയ്യോ എന്റെ നടുപൊടിച്ചേ, രക്ഷിക്കണേ. അയ്യോ നടുപൊടിച്ചേ. എന്നെ വിടാനാ പറഞ്ഞതാ. ശ്വാസം കിട്ടി. അടിപൊളി അടിപൊളി. കലക്കി തകർത്തു. എന്ത് പറ്റി സർ? ഒന്നും പറ്റിയില്ല. വാ മൂടി കെട്ടിയത് കൊണ്ട് അകത്ത് ഒരുപാട് ഡയലോഗ്സ് കുമിഞ്ഞുകൂടി കിടക്കുകയായിരുന്നു. ഇപ്പൊ എല്ലാം പുറത്തേക്ക് വന്നു. ആശ്വാസമായി. നിന്നെ ഞാൻ ഒരു കൊച്ചനിയനെ പോലെയാണ് കണ്ടിരുന്നത്. അതിനാണോ നീ ഇങ്ങനെ ശിക്ഷിച്ചത്? എന്റെ വിശ്വാസമാണ് നീ തകർത്ത് കളഞ്ഞത്. എല്ലാം തകർത്ത് കളഞ്ഞു നീ. പിന്നെ എന്ത് ചെയ്യണമായിരുന്നു ഞാൻ? എല്ലാ ഫിലിം പ്രൊഡ്യൂസേഴ്സും നിങ്ങളെയാണ് ഹീറോയായി കണ്ടിരുന്നത്. എപ്പോ നോക്കിയാലും ഞാനായിരുന്നു വില്ലൻ. അപ്പോ ഞാൻ ആലോചിച്ചു, നിങ്ങളെ കിഡ്നാപ്പ് ചെയ്തിട്ട് കുറച്ച് ഫിലിം സൈൻ ചെയ്ത് തുടങ്ങി വെക്കണമെന്ന്. അതിനുശേഷം നിങ്ങളെ വെറുതെ വിടാമെന്ന്. നിങ്ങളെ ഉപദ്രവിക്കണമെന്നോ കൊല്ലണമെന്നോ ഉള്ള ഒരു ലക്ഷ്യവും എനിക്കില്ലായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ നിയമം കയ്യിലെടുത്തത്. നിങ്ങൾ എന്തിനാണ് ഹീറോ ആകുന്നത്? സത്യത്തിൽ വില്ലനാണ് ഹീറോയേക്കാൾ കൂടുതൽ പ്രാധാന്യമുള്ളത്. അതെ, ഒന്ന് ചിന്തിച്ചു നോക്ക്. അഥവാ വില്ലൻ ഇല്ലെങ്കിൽ ഹീറോയ്ക്ക് ഹീറോയിസം കാണിക്കാൻ എങ്ങനെ പറ്റും? ആ പറഞ്ഞത് ശരിയാണ്. അതെ, എല്ലാ വലിയ വലിയ ഹീറോസിന്റെ മുന്നിൽ താങ്കളാണ് വില്ലൻ. സംശയമുണ്ടോ? എന്റെ എല്ലാ ഫ്രണ്ട്സും സാറിന്റെ ഫാൻസ് ആണ്. ഒരു ഹീറോയുടെ കയ്യിൽ ഉള്ളതെല്ലാം തന്നെ ബംഗ്ലാവ്, വണ്ടി, പേര്, പ്രശസ്തി എല്ലാം താങ്കൾക്ക് ഉണ്ടല്ലോ. മംഗൾ സാറേ, ഓരോ വ്യക്തികൾക്കും അവരുടേതായ വ്യക്തിത്വമുണ്ട്. ലോകം മുഴുവനും താങ്കളെ വില്ലന്റെ റോളിലാണ് ഇഷ്ടപ്പെടുന്നത്. ഹീറോ ആർക്ക് വേണമെങ്കിലും ആവാം, പക്ഷെ അതുപോലെയല്ല വില്ലൻ. നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. ഞാൻ ചെയ്തത് വലിയ തെറ്റാണ്. പക്ഷെ ഇയാൾ ജയിലിൽ പോയി കഴിഞ്ഞാൽ ഇയാളുടെ നല്ല പേര് തീർച്ചയായും ബാധിക്കും. രമേഷ് സാർ, ഇദ്ദേഹത്തിന്റെ തെറ്റുകളൊക്കെ മനസ്സിലായി. ദയവ് ചെയ്തെങ്കിൽ മാപ്പ് കൊടുക്കണം. അതെ സാർ, ദയവ് ചെയ്ത് അദ്ദേഹത്തോട് ക്ഷമിക്കൂ. അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ ഇല്ലാതാകും. സാറ് വിചാരിച്ച അദ്ദേഹത്തെ രക്ഷിക്കാം. മംഗളിനെ വെറുതെ വിട്ടേക്ക്. വളരെ കഷ്ടപ്പെട്ടാണ് ഇവനിതൊക്കെ നേടിയെടുത്തത്. അപ്പോ ചേട്ടൻ എനിക്ക് മാപ്പ് തന്നോ? അതേടാ, അല്ലെന്നുണ്ടെങ്കിൽ നിന്റെ കരിയർ ഇവിടെ അവസാനിച്ചേനെ. സാറ് ശരിക്കും ഒരു സൂപ്പർ സ്റ്റാർ തന്നെയാ, ഫിലിമിലും പിന്നെ ശരിക്കുള്ള ജീവിതത്തിലും. താങ്ക് യു കുട്ടികളെ. രമേഷ് സാറേ, നിങ്ങൾ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് എനിക്ക് മാപ്പ് തന്നത്. താങ്ക് യു. നീ എന്തായാലും നന്നായി. കൂടാതെ നല്ല 4 ഫ്രണ്ട്സിനെയും എനിക്ക് കിട്ടി. ഇതിൽ കൂടുതൽ എനിക്ക് എന്താണ് വേണ്ടത്? ലെറ്റ്സ് ഡാൻസ് എവരിബഡി.
ഇനിയെങ്കിലും എന്റെ പടം ഒന്ന് പൂർത്തിയാക്കി തരണം. ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് ആ ഫിലിം പൂർത്തിയാക്കും.